ഹലോ, അപ്പോൾ ഇന്നൊരു ഫിഷ് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചട്ടി ചൂടായാൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഉലുവ പൊട്ടിക്കാം. അതിനുശേഷം ഒരു ഉള്ളിയും 2 പച്ചമുളകാണ് എടുത്തത് കേട്ടോ. നന്നായി വഴറ്റുക. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ നന്നായി വഴന്ന് വരും. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് കറിയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാം. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടു എന്ന് മാത്രം. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പാലക്കാട് സ്റ്റൈലാണിത്. പുളിയൊക്കെ ഇട്ടത് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളിയാണ് കേട്ടോ. ഇനി ഇത് നന്നായി വഴറ്റുക. തക്കാളി ഇട്ട ശേഷമാണ് ഓർമ്മ വന്നത് വെളുത്തുള്ളി ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇഞ്ചി ഇടാറില്ല ഞങ്ങളെ വീട്ടിൽ. ഇതാ എല്ലാം കൂടി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ, മിക്സ് ആവട്ടെ. ഇനി ഇതൊക്കെ ഒന്ന് ഉടയും. തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് ഉടഞ്ഞ ശേഷം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായി ഇളക്കുക. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓൾറെഡി പുളി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. കുറച്ച് ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആകുമ്പോൾ നല്ല ചാറും കിട്ടും. ഇത് പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇന്നത്തെയും കാട്ടി ഇത് 2 ദിവസത്തേക്ക് ഇതുണ്ടാക്കി വെച്ചാൽ പിന്നെ കറി വേറെ ഒന്നും വേണ്ട, കുറേ ചോറ് കഴിക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിത് വലിയ മത്തി ആയതുകൊണ്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. ഇത് മത്തി ആയതുകൊണ്ട് 5 മിനിറ്റ്സ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും വേഗം ആവും. ഇത് കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കണം. ഇതാ അത്യാവശ്യം ഉണ്ട് കേട്ടോ. 10-13 പീസ് ഉണ്ടായിരുന്നു. 2 ദിവസത്തേക്കായി ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കുറച്ചധികം പീസ് ഉണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. ആദ്യം ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. അങ്ങനെ ഞങ്ങളുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് കറിവേപ്പില വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല.